നമസ്കാരം. അമ്മയെക്കുറിച്ച് ഓർത്തതിനും പിന്തുടരുന്നതിനും നന്ദി. അമ്മയെയും അമ്മയുടെ ത്യാഗങ്ങളെക്കുറിച്ചും എത്ര പറഞ്ഞാലും തീരില്ല. എന്നാലും നമ്മുടെ അമ്മയെയോ നമ്മുടെ കണ്ണുകളിൽ പതിഞ്ഞ അമ്മമാരെയോ അവരുടെ കഷ്ടപ്പാടുകളെയോ ഓർത്തെടുക്കുവാനും അവരുടെ ത്യാഗങ്ങൾക്ക് മുന്നിൽ ശിരസ് നമിക്കുവാനും കഴിയുന്ന ഓരോ അവസരങ്ങളും നാം നെഞ്ചോട് ചേർക്കേണ്ടതാണ്. കാരണം പ്രതിസന്ധികൾ തരണം ചെയ്ത് തന്റെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് നയിക്കാൻ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അമ്മയാണ് ലോകത്തെ ഏറ്റവും വലിയ പോരാളിയെന്ന്. ഇന്ന് നമുക്ക് ഒറ്റപ്പെട്ടുപോയ ഒരമ്മയെയും ആ അമ്മയുടെ 2 കുഞ്ഞുമക്കളെയും അവരുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളെയും കാണാം. ആ അമ്മ തന്റെ മക്കൾ ഉണരും മുന്നേ ഉണരുന്നു, തന്റെ മക്കളെ പോറ്റുവാൻ. തുച്ഛമായ വരുമാനം മാത്രമുള്ള അവൾ തന്റെ വിഷമങ്ങളെല്ലാം മറക്കുന്നത് തന്നെ മാത്രം ആശ്രയിക്കുന്ന 2 പിഞ്ച് ഹൃദയങ്ങളുള്ളതുകൊണ്ടാണ്. തനിക്ക് ആരോഗ്യമുള്ളിടത്തോളം തന്റെ മക്കൾക്കൊരു കുറവും വരുത്തരുത് എന്ന നിശ്ചയദാർഢ്യമുള്ളതുകൊണ്ടാണ്. സ്വന്തം വിശപ്പ് പോലും മറന്ന് അവൾ അവരുടെ പാത്രങ്ങൾ നിറയ്ക്കുന്നു. മക്കളുടെ ചുവടുകൾ തളരുമ്പോൾ തന്റെ വയ്യായികകളൊക്കെ മറന്ന് അവളിലെ അമ്മ അവളെ കരുതുള്ളവളാക്കുന്നു. കഠിനമായ ജോലികൾ ചെയ്യുമ്പോഴും അവൾ ഊർജ്ജസ്വലയാണ്. കാരണം അവളുടെ ഓരോ വിയർപ്പു തുള്ളികളിലും ഒരു സ്വപ്നം വിടരുന്നു, തന്റെ മക്കളുടെ ആഗ്രഹങ്ങളുടെ സ്വപ്നം. ചില ദിവസങ്ങൾ കഠിനമാണ്. മക്കളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം എത്താനാവാത്തതിന്റെ ദുഃഖം അവളുടെ കണ്ണുകളെ ഈറനണിയിക്കും. പക്ഷേ അതിവേഗം അവൾ അതിനെ മറികടക്കുന്നു. കാരണം താൻ തളർന്നാൽ തകരുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള 2 രത്നങ്ങളാണ്. അന്ധകാരത്തെ അകറ്റാൻ അമ്മയുടെ സ്നേഹത്തോളം മറ്റൊന്നില്ല. പ്രത്യാശയുടെ ദുർബലമായ പ്രകാശത്താൽ നാളെയെ കെട്ടിപ്പടുക്കാനും അമ്മയോളം കഴിവ് മറ്റാർക്കുമില്ല. നഷ്ടപ്പെട്ട ഒഴിവാക്കപ്പെട്ട ബന്ധങ്ങളെ ഓർത്ത് ഒറ്റപ്പെട്ടുപോയല്ലോ എന്നു വിലപിച്ചിരുന്ന അമ്മ തന്റെ മുന്നിലുള്ള കുഞ്ഞു മനസ്സുകൾ തന്റെ നഷ്ടങ്ങൾക്ക് പകരമാണെന്നും താൻ ഒറ്റയ്ക്കായിരുന്നില്ലെന്നും തിരിച്ചറിയുന്ന നിമിഷമാണ് ജീവിതത്തിൽ ഒരു മാതൃഹൃദയം സന്തോഷത്താൽ നിറയുന്ന നിമിഷം. അവളുടെ കൈകളിൽ ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ അവളുടെ ഹൃദയത്തിൽ എല്ലാം ഉണ്ടായിരിക്കും. സൂര്യൻ വീണ്ടും ഉദിക്കുമ്പോൾ അവളുടെ ശാന്തമായ ശക്തിയും ഉദിക്കുന്നു. സ്നേഹത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക.